വിവാഹം എന്ന് പറയുന്നത് ഒരു യോഗമാണ്. സ്ത്രീയായാലും പുരുഷനായാലും പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാൽവയ്പാണ് വിവാഹം. ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. എന്നാൽ അനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ പലർക്കും പല തടസ്സങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് മംഗല്യ തടസ്സമുണ്ടാവാം. ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ ഗ്രഹനില പ്രശ്നങ്ങളോ ഗ്രഹദോഷങ്ങളോ ഒക്കെ കൊണ്ട് മംഗല്യ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഒരാളുടെ ജാതകത്തിലെ വിവാഹം സംബന്ധിച്ച കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മംഗല്യ തടസ്സം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം. അതായത് 7ാം ഭാവത്തിൽ കുജൻ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങളുടെ സാന്നിധ്യം അവരുടെ വിവാഹം വൈകുന്നതിന് കാരണമാകും. എന്നിരുന്നാലും പാപഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രം മംഗല്യ തടസ്സം ഉണ്ടാവുകയില്ല. ആ ഭാവം പാപഗ്രഹങ്ങൾക്കും അനിഷ്ടകരമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒന്നിലധികം പാപഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ പ്രതികൂലമായി നിന്നാൽ വിവാഹം താമസിക്കുകയോ അവർക്ക് നടക്കുന്ന മംഗല്യം അശുഭകരമായി ഭവിക്കുകയോ ചെയ്തേക്കാം.